പ്രൈസ് ഗോഡ്. ബൈബിളിൽ ഒരു വചനമുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. എഫെസ്യർ 4:27. പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ നമ്മൾ വാതുക്കൽ വാളും പരിചയമായിട്ട് നിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പണ്ടൊക്കെ സിനിമാ തിയേറ്ററിൻ്റെ പുറത്ത് ഇങ്ങനെ ഹൗസ്ഫുൾ എന്ന് ബോർഡ് വെക്കും. ഹൗസ്ഫുൾ എന്ന് ബോർഡ് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി നിങ്ങൾക്ക് പ്രവേശിക്കാൻ അവിടെ സ്ഥലമില്ല. ഇപ്പം പിശാചിന് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് സ്ഥലം കാണരുത്. ആ സ്ഥലം കാണാതിരിക്കാൻ എന്താ വേണം? നമ്മൾ കർത്താവിൻ്റെ കൂട്ടായ്മയിലും വചനത്തിലും ആരാധനയിലും നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കും. അപ്പോൾ പിന്നെ അകത്ത് സ്ഥലമില്ല. ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതാ. അപ്പം നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ചിന്ത, നമ്മൾ സംസാരിക്കും, നമുക്കൊരാവശ്യം വന്നു, ഒരാകുലത വന്നു, അതിനെ റീപ്ലേസ് ചെയ്യണം. എങ്ങനെ? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആ ആകുലത കർത്താവെ നിന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ ഈ ആവശ്യം ഇന്ന് നടക്കേണ്ടതാണ്, കർത്താവെ അത് കർത്താവിനെ ഏൽപ്പിക്കുക, ഏറ്റവും ചന്തവും ഉചിതവുമായിട്ട് അപ്പൻ അത് ചെയ്തു തരണം. ഹല്ലേലൂയ. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആകുലത റീപ്ലേസ് ചെയ്ത് അവിടെ കർത്താവിൻ്റെ പ്രോമിസിനെ നമ്മൾ കയറ്റുക. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വിചാരം കർത്താവ് പറഞ്ഞതല്ലേ, നമ്മൾ ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുക്കുന്നവരും എൻ്റെ അടുത്ത് വാ, നിങ്ങൾക്ക് കൂലി തരാമെന്നല്ല പറഞ്ഞ, ആശ്വാസം തരാമെന്ന. അപ്പം നമ്മുടെ ചിന്തകൾ, ആകുലതകൾ, വിചാരങ്ങളെല്ലാം കർത്താവിൽ പരമേൽപ്പിക്കുക. ആ റീപ്ലേസ്മെൻ്റ് അവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലെ നിറയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളെ, ആകുലതകളെ, വിചാരങ്ങളെ എല്ലാം മാറ്റിയിട്ട് അവിടെ കർത്താവിൻ്റെ വാഗ്ദത്തം കയറണം. അത് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തോ സ്ഥലമില്ല. പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് ഭയപ്പെട്ട് വിചാരപ്പെട്ടിരിക്കുമ്പോൾ പിശാചിന് അവിടെ വാതിൽ തുറന്നിരിക്കുക കയറാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ കർത്തൃ സാന്നിധ്യം നിറഞ്ഞ് ആ ധൈര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക് അവിടെ ഒരു ബോർഡ് കാണും, ഹൗസ്ഫുൾ വിത്ത് ഹോളി സ്പിരിറ്റ്. പിന്നെ അവിടെ കയറാനൊക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു.